മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം തുടർച്ചയായി കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതും ഡിസ്കൌണ്ടിൽ ലഭിക്കുന്നതുമായ ഡ്രോൺ സെഗ്മെന്റിലെ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ പേര് ഐഡിയ 4G ടെക്നോളജി ലിമിറ്റഡ്. ഐഡിയ 4G ടെക്നോളജി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 7.8% ഉയർന്ന് 786 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 1343. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോകുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും 40%-നടുത്ത് ഡിസ്കൌണ്ടിൽ ലഭ്യമാണ്. ഐഡിയ 4G ടെക്നോളജി എന്ന കമ്പനിയുടെ സിഇഒ ആയ അങ്കിത് മേത്ത കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഏജൻസിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കമ്പനി അതിന്റെ പ്രൊഡക്റ്റുകൾ അമേരിക്കൻ മാർക്കറ്റിൽ കൂടി എത്തിക്കുന്നു എന്നതാണ്. ഇന്ത്യ പോലെ തന്നെ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ സെക്യൂരിറ്റി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് സർവൈലൻസ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോൺ സെഗ്മെന്റിലെ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ ഡ്രോൺ ഇൻഡസ്ട്രിയിൽ ഒരു കുതിച്ചുചാട്ടമാണ് വന്നത്. വളരെയധികം ഹാർഷ് എൻവയോൺമെന്റും ഹൈ ആൾട്ടിറ്റ്യൂഡ് റിക്വയർമെന്റുമുള്ള ഇന്ത്യൻ സെക്യൂരിറ്റി നീഡ്സിനെ കേറ്റർ ചെയ്യുന്ന ഡ്രോണുകൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലും മികച്ച സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. 6000 മീറ്ററിലധികം ആൾട്ടിറ്റ്യൂഡ് റിക്വയർമെന്റും -30 മുതൽ രാജസ്ഥാനിലെ ഉയർന്ന ടെമ്പറേച്ചർ വരെ അതിജീവിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾക്ക് അമേരിക്കൻ മാർക്കറ്റിലും സ്വീകാര്യത ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നത്. 2023 94% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്കാണ് ഐഡിയ 4G ടെക്നോളജി. അവിടെ നിന്നും സ്റ്റോക്ക് 40%-ഓളം ഇടിഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. 7.8 കോടി രൂപയുടെ ലോസിൽ നിന്നും 14.8 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടുകയും റവന്യൂ 1000% ഉയർത്തി 90.9 കോടിയായി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഐഡിയ 4G ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൌണ്ട് പ്രൈസിൽ ലഭ്യമാണ്. സ്റ്റോക്ക് 780-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ 900 എന്ന റെസിസ്റ്റൻസ് മറികടന്നതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ വന്നതിന് ശേഷം മാത്രം പരിഗണിക്കുക. അതല്ല, ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഡ്രോൺ സെഗ്മെന്റിലെ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോട്ടം ലെവലിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഐഡിയ 4G എന്ന സ്റ്റോക്കിനെ ആഡ് ചെയ്യാവുന്നതാണ്. ഡ്രോൺ ടെക്നോളജിയും ഡ്രോൺ സെഗ്മെന്റിലെ സ്റ്റോക്കുകളും PLI സ്കീമിൽ വരുന്നതുകൊണ്ട് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റും ഈ സെക്ടറിന്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.29% ഉയർന്ന് 379 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയ പവർ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. 1.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.8, ഡിവിഡന്റ് ഈൽഡ് 0.5%. 52 വീക്ക് ഹൈ 412, 52 വീക്കിലോ 182. ടാറ്റ പവർ എന്ന കമ്പനി മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റികളിലെ ഈ വെഹിക്കിൾ ഫ്ലീറ്റ് ഓപ്പറേറ്ററായ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനിയുമായി ചേർന്ന് പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനിക്ക് ഗ്രീൻ പവർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പവർ പർച്ചേസ് എഗ്രിമെന്റിലാണ് ടാറ്റ പവർ ഒപ്പുവച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബിക്കാനീറിലുള്ള 200 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ പ്ലാന്റ് ആയിരിക്കും ഇതിനുവേണ്ടി കമ്പനി പ്രയോജനപ്പെടുത്തുക. ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനി ഇന്ത്യൻ മൊബിലിറ്റി സെക്ടറിൽ സീറോ ടെയിൽ പൈപ്പ് എമിഷനിൽ നിന്നും സീറോ എമിഷൻ കാറ്റഗറിയിലേക്ക് മാറുന്ന ആദ്യ മൊബിലിറ്റി പ്ലെയറായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനി 0.4 ബില്യൺ കിലോമീറ്റർ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ച് കവർ ചെയ്തു കഴിഞ്ഞു. ഉടനടി 1 ബില്യൺ കിലോമീറ്റർ എന്ന മൈൽ സ്റ്റോൺ കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ എനർജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് കവർ ചെയ്യുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഓവറാൾ പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതോടുകൂടി, അതായത് മൾട്ടി ഇയർ പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതോടുകൂടി ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റായി മാറുകയും ചെയ്തു. ഫെബ്രുവരി 16 ടാറ്റ പവറിന് 838 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. ജൽപുര ഖർജ പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റ് ആയിരുന്നു ടാറ്റ പവറിന് ലഭിച്ചത്. ടാറ്റ പവർ എന്ന സ്റ്റോക്കിന് തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളുടെ പിൻബലത്തിൽ സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. പക്ഷേ 400 രൂപ എന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 375 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പല ബ്രോക്കേജ് ഏജൻസികളും വ്യത്യസ്തമായ അഭിപ്രായമാണ് ടാറ്റ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ടാറ്റ പവറിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആന്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി ടാറ്റ പവറിന് ബൈ എന്ന റേറ്റിംഗും 450 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 18% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് ആന്റിക് നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി കമ്പനി പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റിക്ക് ടാറ്റ പവറിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗും നൽകിയിരിക്കുന്നത്.
അതേസമയം ഗ്ലോബലി റെപ്യൂട്ടഡ് മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ CLSA ടാറ്റ പവറിന് സെൽ എന്ന റേറ്റിംഗും 240 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. മുമ്പ് 249 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു നൽകിയത്. അവിടെ നിന്നും ഇപ്പോൾ ടാർഗറ്റ് 240ലേക്ക് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 60% റിട്ടേണും 1 വർഷം കൊണ്ട് 83% റിട്ടേണുമാണ് ടാറ്റ പവർ നൽകിയത്. പക്ഷേ ഈ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതുമില്ല. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 2% ഉയർന്ന് 1076 കോടിയും കമ്പനിയുടെ റവന്യൂ 14,339 കോടിയിൽ നിന്നും 14,841 കോടിയിലേക്കുമാണ് കമ്പനി ഉയർത്തിയത്. അതേസമയം എബിറ്റ് ഇയർ ഓൺ ഇയറിൽ 15% ഉയരുകയും ചെയ്തു. 14,294 മെഗാവാട്ട് ശേഷിയുള്ള ജനറേഷൻ കപ്പാസിറ്റിയാണ് ടാറ്റ പവർ എന്ന പവർ കമ്പനിക്കുള്ളത്. ഇതിൽ 38% എനർജിയും ക്ലീൻ എനർജി കാറ്റഗറിയിലെ എനർജിയാണ്. 30 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി അച്ചീവ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് ടാറ്റ പവർ എന്ന കമ്പനിക്കുള്ളത്. സ്റ്റോക്ക് റീസെൻ്റ്ലി 400 രൂപയിൽ നിന്നും കറക്റ്റായി 375 ട്രേഡ് ചെയ്യുന്നു. 350, 325 തുടങ്ങിയ ലെവലുകൾ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. 400 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്